ഒറ്റയ്ക്ക് എനിക്ക് 27,000 ചില്ലുവാനോ 800 ചില്ലുവാനോ കൊണ്ട് ഭൂരിപക്ഷം. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയാൻ മടിക്കുന്നില്ല. ഇവിടെ ഒരു മൗലവി, ആ മൗലവിയുടെ സ്വഭാവം എന്താണെന്ന് ഈരാറ്റുപേട്ടക്കാർക്ക് ഇപ്പോൾ അറിയാം. പക്ഷേ അത് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. കാരണം ഈരാറ്റുപേട്ടയെ അവഗണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. മൗലവി ആകുമ്പം പേരുദോഷം വന്ന നാടിനാണ്. ഞാൻ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നതെന്ന്. ഞാൻ രൂക്ഷമായി അവരോട് പെരുമാറേണ്ടി വന്നു. അത് കാര്യം പറയുന്നില്ല ഇവിടെ. ഇത്ര ഭീകരമായി വൃത്തികേടിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ശാസിക്കേണ്ടി വന്നു. അയാളെ വൈരാക്കി ഒന്ന്. മറ്റൊന്ന്, എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ വെച്ചവനെ, അവന് ഒരു ദിവസം ഞാൻ ഇവിടെ ഇരിക്കുമ്പം നാദ് കൺസ്ട്രക്ഷൻ കണ്ണൂറുള്ള ഇവിടെ വരുന്നു. ഒരു 5 ലക്ഷം രൂപ ഞാൻ സക്കീർ സാറിന് കൊടുത്തു. ഇവൻ്റെ 5 ലക്ഷം കൂടെ ഇന്ന് വേണമെന്ന് പറയുക. സാറ് വഴക്കുണ്ടാക്കുക, ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. എൻ്റെ ഇല്ല, നാളെ ഞാൻ തന്നാൽ മതി. നാളെ വരെ 5 ലക്ഷത്തിന് അവധി തരാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഒന്ന് ആലോചിച്ച്. അപ്പോൾ ഇവനൊക്കെ എന്നെ വിറ്റിട്ടില്ല ഈ തെണ്ടിയൊക്കെ. അതൊന്ന് ആലോചിക്കും. ഞാൻ അന്നേ വിളിച്ച് സക്കീറിനെ, നീ എന്തിനാ നാദിൻ്റെ ഇവനോട് കാശ് പഠിച്ചത്? ഇത് മര്യാദയായി കാണിച്ചു. നീ അത് പറയാനൊന്നുമില്ല. കാശ് കൊള്ളാതിരിച്ചെന്ന് പറഞ്ഞു. കാശ് തിരിച്ചു കൊടുപ്പിച്ചു വിട്ടു. അത് വൈരാക്കി. അവൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ എന്നെ വേറൊരു കോൺട്രാക്ടർ ഇവിടെ മൂവാറ്റുപുഴയ്ക്ക് അങ്ങേരുടെ കാശ് മേടിച്ചെന്നാണ് പറയുന്നത്. അല്ല, നാദ് കൺസ്ട്രക്ഷനോടെ ഇവൻ കാശ് മേടിച്ച് തിരിച്ചു കൊടുപ്പിച്ചു. ആ വൈരാക്കി. ഈ 2 വൈരാക്കി കൂടി ഈരാറ്റുപേട്ട മുസ്ലിമിന് ഞാൻ എതിരാണെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. SDP അല്ലെങ്കിലും ഉണ്ടല്ലോ നമുക്ക്